പത്രങ്ങളും ചാനലുകളും പറയുന്നത് നിങ്ങൾ അരക്കഴഞ്ചിന് വിശ്വസിക്കരുത്. ഒരണുമണി തൂക്കം അതിൽ സത്യമില്ല. ചാനലുകളും പത്രങ്ങളും പറയുന്നത് സത്യമായിരുന്നു എങ്കിൽ അതിൽ ഒരു ലെവലേശം, ഒരു മുടിനാരിഴ വസ്തുതകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമോ? തിഹാർ ജയിലിലാകുമായിരുന്നില്ലേ? ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലോ പൂജപ്പുര ജയിലിലോ എന്നോ എന്നെ അടച്ചിട്ടുണ്ടാകുമായിരുന്നില്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി. ആ ഖുറാനുമായി, സ്വർണം ഒളിപ്പിച്ചു വെച്ച ഖുറാനുമായി ഒരു വാഹനം തിരുവനന്തപുരത്ത് നിന്ന് വന്നു. തൃശ്ശൂരിൽ വെച്ച് വാഹനത്തിന്റെ GPS കേടുവന്നു. എന്നിട്ട് വാഹനം നേരെ പോയത് ബാംഗ്ലൂരിലേക്കാണ്. എന്തൊക്കെ കഥകളായിരുന്നു! പുരാണ കഥകളെപ്പോലും വെല്ലുന്ന കഥകളല്ലേ ചാനലുകളും പത്രങ്ങളും ദിവസങ്ങളോളം പറഞ്ഞത്, ചർച്ചകൾ ചെയ്തത്? 3 അന്വേഷണ ഏജൻസികൾ, NIA, കസ്റ്റംസ്, അതുപോലെ തന്നെ ED. ഇവര് പരുന്ത് ചുറ്റിപ്പറക്കുന്നത് പോലെ എന്റെ ചുറ്റും പാറി പറന്നില്ലേ? ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ, 2 മുഖ്യമന്ത്രിമാരെയാണ് BJP ED-യെ കൊണ്ട് ജയിലിൽ കൊണ്ടുപോയത്. 2 മുഖ്യമന്ത്രിമാരെ കൊണ്ടുപോയ ED-ക്ക്, NIA-ക്ക്, കസ്റ്റംസിന് ജലീൽ എന്ന് പറയുന്നത് കേവലം ഒരു പുഴുവായിരുന്നില്ലേ? പുഴു. 30 കൊല്ലക്കാലത്തെ എന്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചു നോക്കിയില്ലേ? 1 രൂപയുടെ കള്ളപ്പണം, കള്ള ഇടപാട് കണ്ടെത്താൻ ED-ക്ക് സാധിച്ചോ? NIA-ക്ക് സാധിച്ചോ? സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി എന്ന് പറയുന്ന എന്റെ വീട്ടിൽ ഒരു തരി സ്വർണം പോലും ഇല്ല എന്ന വസ്തുത അവർക്ക് അംഗീകരിക്കേണ്ടി വന്നില്ലേ? ഈ 3 അന്വേഷണ ഏജൻസികളും, കൊമ്പുള്ള അന്വേഷണ ഏജൻസികളും വട്ടമിട്ട് പറന്ന് സൂക്ഷ്മദർശനം നടത്തിയിട്ട് എന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, സഖാവ് പിണറായി വിജയനെതിരായി, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായി നടത്തുന്ന ജൽപ്പനങ്ങളും കള്ളപ്രചരണങ്ങളും ഇതിനേക്കാൾ അർത്ഥശൂന്യമാണ്. ചാനലുകളിൽ വരുന്ന, പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വിശ്വസിച്ചു പോകരുത്, ദയവായി വിശ്വസിക്കരുത്. എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്? ജലീലിനെ നാളെ അറസ്റ്റ് ചെയ്യും, മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും. ഡൽഹിയിൽ നിന്ന് ഒളിച്ചോടി ജലീൽ, പോലീസിനെ ഭയന്ന്. എന്തൊക്കെ! ഞാൻ കാശ്മീരിൽ പോയിട്ട് കാശ്മീരിൽ അവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോ ഒരു വാക്ക് ഉപയോഗിച്ചു. ആ വാക്ക് എല്ലാവരും ഉപയോഗിച്ചതാണ്. അതിന്റെ പേരിൽ എന്തൊക്കെ കുതൂഹലങ്ങൾ! കമ്മ്യൂണിസ്റ്റുകാരനാവുക, കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാവുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും ശ്രമകരമായ ജോലി. സരിൻ വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സരിൻ BJP-യിൽ പോയിരുന്നു എങ്കിൽ സന്ദീപ് വാര്യരെ പോലെ, സന്ദീപ് വാര്യർ ഇപ്പൊ BJP-യിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ എത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നു. സരിനെങ്ങാനും BJP-യിലേക്കാണ് പോകുന്നത് എങ്കിൽ ഒരിക്കലും സരിൻ അങ്ങനെ പോകില്ല. കാരണം സരിൻ മതനിരപേക്ഷതയുടെ കാവലാളാകാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് ഇടതുപക്ഷത്തോട് യോജിച്ചു നിൽക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ കോൺഗ്രസിലേക്കോ ലീഗിലേക്കോ തിരിച്ചു പോകുന്നു എന്ന് കരുതുക. എന്തായിരിക്കും? എന്നെ മഹാനായി അവതരിപ്പിക്കും. എന്നോളം വലിയ മഹാൻ ലോകത്തുണ്ടാവില്ല. ഒരാൾ ഇടതുപക്ഷത്തോട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തിയാൽ അവൻ മോശക്കാരൻ, അവൻ കള്ളൻ, അവൻ ഏഭ്യൻ എന്നുള്ള നിലയിലല്ലേ ഇവിടെ പ്രചരണങ്ങൾ നടക്കുന്നത്? നമുക്കിപ്പോ നല്ല ഒരു വഴി എന്ന് പറയുന്നത് പെട്ടെന്ന് നല്ല അഡ്വർടൈസ്മെന്റ് കിട്ടാൻ, പെട്ടെന്ന് നമുക്ക് പത്രമാധ്യമങ്ങളുടെ ഏറ്റവും പരിലാളനകൾ കിട്ടുന്ന വ്യക്തിയായി മാറാൻ ഒരു മാർഗമേ ഉള്ളൂ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിപ്പറയുക. പലരും വിചാരിച്ചിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിപ്പറയും എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ അണിനിരന്നിരുന്നു, പത്രക്കാരൊക്കെ വന്നിട്ട്. കാരണം കുറെ കാലമായി അവരെ ഒന്ന് പറ്റിക്കണം എന്ന്. കാരണം ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞതല്ലേ എനിക്കെതിരായി.
അപ്പോ അവരെ ഒന്ന് സൈസാക്കണം എന്ന് ഞാൻ വിചാരിച്ച് കുറെ കാലായി നടക്കുന്നു. ഇപ്പോഴാ സമയം കിട്ടിയത്, ഒത്തുവന്നത് ഇപ്പോഴാ. അങ്ങനെ ഞാൻ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിപ്പറയാൻ, പിണറായി വിജയനെ തള്ളിപ്പറയാൻ എന്നെ വെടിവെച്ച് കൊന്നാലും അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാ ചാനലുകളും ഓഫാക്കി. എന്റെ പത്രസമ്മേളനം പിന്നെ അവിടെ അവസാനിപ്പിച്ചു ചാനലുകാർ. ഇതാണ് കൂട്ടരെ ഈ നാട്ടിലെ പത്രങ്ങളുടെയും ചാനലുകളുടെയും അവസ്ഥ. അവരാരും നമ്മളുടെ രക്ഷയ്ക്ക് വരില്ല. ചാനലുകളുടെ റൂമുകളിൽ ഇരുന്ന് കോട്ടിട്ട് സംസാരിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത തുപ്പുന്ന, വിഷം ചീറ്റുന്ന ഒരു വിഷസർപ്പവും നമ്മൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു എന്ന് കേട്ടാൽ വരില്ല. അതവരുടെ സഹജ സ്വഭാവമാണ്. അതുകൊണ്ട് ഒരാളും ഈ ചാനലുകാരുടെ ചർച്ചകൾ കേൾക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. ഒരു പ്രയോജനവുമില്ലാത്ത ചർച്ചകൾ. കാരണം അവരെന്താണ് ചർച്ച ചെയ്യുന്നത്? ഇപ്പൊ എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞു ചർച്ച ചെയ്തത്, ഞാൻ ഖുർആനിൽ സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞാൽ, ഇവിടെ 30 കൊല്ലത്തെ എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചിട്ട്, ഞാൻ ലീഗായിരുന്ന കാലത്തെ അക്കൗണ്ടും പരിശോധിച്ചു. ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുമ്പോഴാണ് കൊച്ചിയിൽ വെച്ച്, എറണാകുളത്ത് വെച്ച് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സമ്മേളനം നടത്തിയത്. അതിന്റെ കണക്കും എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നതാണ്. അതും പരിശോധിച്ചു. കട്ടില്ല എന്നുറപ്പല്ലേ? ലീഗിലുള്ള കാലത്തും 10 നയാ പൈസ കട്ടിട്ടില്ല. അതിനുശേഷം അത് തുടർന്നു. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നന്മയുടെ രാഷ്ട്രീയമാണ് അവരെന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ നന്മയുടെ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. കോൺഗ്രസ് ആയാൽ എന്തും ചെയ്യാം, അത് നമുക്ക് പെർമിറ്റ് ആക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിവാസം ചെയ്യണോ? നിങ്ങൾ ലീഗ് ചേർന്നോ, നിങ്ങൾ കോൺഗ്രസ് ചേർന്നോ, ഒരു പ്രശ്നവും നിങ്ങൾക്കുണ്ടാവില്ല. എത്ര കോടിയും നിങ്ങൾക്ക് മുക്കാം. കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിനയം കണ്ടിട്ടാണ് സരിൻ എനിക്ക് സത്യത്തിൽ സഹിക്കാറില്ല. എന്തൊരു കാപ്പട്യമാണ് അവരിൽ പലരും പുലർത്തുന്നത്. ഒരാളെ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം കൊണ്ടു നടക്കുക കോൺഗ്രസിൽ, എന്നിട്ട് ആളുകളുടെ താടക്ക് പിടിക്കുക, പ്രായമായ ആളുകളെ കെട്ടിപ്പിടിക്കുക. അതൊക്കെ ക്യാമറയ്ക്ക് മുന്നിലല്ല ചെയ്യേണ്ടത്. മനസ്സിൽ നിന്ന് സത്യസന്ധമായി അത് വരണം. അത് പല കോൺഗ്രസിന്റെ നേതാക്കൾക്കും വരാറില്ല. ഒരു കോൺഗ്രസിന്റെ നേതാവ് എന്തെങ്കിലും ഒരു പ്രവൃത്തി നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുറപ്പിക്കാം അപ്പുറത്ത് ക്യാമറക്കാരനുണ്ട് എന്ന്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നിരീക്ഷിച്ചു നോക്ക്. മമ്മൂട്ടിയും മോഹൻലാലും ഒരിക്കൽ പരസ്പരം പറഞ്ഞത്രേ, കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരുടെ അഭിനയം കണ്ടിട്ട് ഇവരുമാരൊന്നും സിനിമാ രംഗത്തേക്ക് വരാതിരുന്നത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഒന്നുമല്ല ഇവരുടെ ഭാവാഭിനയത്തിന് മുമ്പിൽ. മോഹൻലാലിന്റെ അഭിനയമൊക്കെ പമ്പ കടക്കും. നമ്മളുടെ കോൺഗ്രസിലെ, യൂത്ത് കോൺഗ്രസിലെ സരിന്റെ യുവ സുഹൃത്തുക്കളുടെ അഭിനയം കാണുമ്പോൾ അങ്ങനെ അഭിനയിക്കാൻ സരിന് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് സരിൻ ആ ലാവണം ഒഴിവാക്കി ഇപ്പുറത്തേക്ക് വന്നത്, മതനിരപേക്ഷതയുടെ ചേരിയിലേക്ക് വന്നത്. സരിൻ ഒരു MBBS ഡോക്ടറാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞ ഡോക്ടർ. അത് കഴിഞ്ഞ് സിവിൽ സർവീസ് എഴുതി. അപ്പൊ അദ്ദേഹത്തിന് ലോകത്തെക്കുറിച്ചറിയാം, നാടിനെ കുറിച്ചറിയാം. അദ്ദേഹം നല്ല ശമ്പളത്തിന് ജോലി ചെയ്തിരുന്നയാളാണ്. ആ സിവിൽ സർവീസ് ഉപേക്ഷിച്ചാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്നെങ്കിലും കോൺഗ്രസോ ലീഗോ അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? കോൺഗ്രസിലും ലീഗിലും ആയാലുള്ള ഒരു പ്രശ്നം, വിവരം കൂടിയാൽ പോയി കാര്യം. നമുക്ക് വിവരം കൂടിയാൽ അതാണ് നമ്മളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ. ലീഗിൽ നിന്ന് എന്നെ എന്തുകൊണ്ടാണ് പുറത്താക്കിയത്? അത്യാവശ്യമൊക്കെ സംസാരിക്കുന്നുണ്ട്, ഈ പഹൻ എന്തെങ്കിലുമൊക്കെ കാര്യം തുറന്ന് പറയും. അങ്ങനത്തെ ആളുകൾ ആർക്കും വേണ്ട. അവരെയൊക്കെ പടിയടച്ച് പിണ്ടം വെക്കുക. ആ നിലപാടാണ് കോൺഗ്രസും ലീഗും സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിലും ലീഗിലും എത്തിപ്പെടുന്ന ആളുകൾ അവിടെ എത്തുന്നതോടുകൂടി ചിന്തയും വായനയും അക്ഷരങ്ങളോടുള്ള സ്നേഹവും ഒക്കെ അവസാനിപ്പിക്കുന്നത്. കാരണം വായിച്ചാൽ പോയി, വായിക്കരുത്.
പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ കുറച്ച് ഉച്ചത്തിൽ മൈക്ക് കെട്ടി പറയുക, അതിനോടൊപ്പം എടാ പിണറായി എന്നൊക്കെ പറഞ്ഞ് 4 തെറിവാക്കുകളും പറയുക. അത് മതി ലീഗിൽ നേതാവാകാൻ, കോൺഗ്രസിലും നേതാവാകാൻ അത് മതി. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും ശ്രമകരമായ ജോലി. CPIM ആവുക, CPIMന്റെ സഹയാത്രികനാവുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്ന് നമ്മളുടെ രാജ്യത്ത് ഏറ്റവും പ്രയാസപൂർണമായ ദൗത്യം, ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിന്റെ നിർവഹണത്തിന് നിങ്ങളെല്ലാവരും നമ്മൾ ഒരുമിച്ച് മുന്നേറണം. ഈ ഏരിയ സമ്മേളനം അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് നാന്ദി കുറിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്തുകൊണ്ട് സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നിർവഹിച്ചതായി അറിയിച്ച് എൻ്റെ വാക്ക്